ദ ജേർണലിസ്റ്റിലേക്ക് വോട്ട് കൊള്ള നടത്തി ഇനിയും BJPയെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ഒരു മഹാസമരം നടന്നു. ആ സമരം പലതിൻ്റെയും സൂചനയാണ്, വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളുടെ തുടക്കമാണ്. ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. इस बात की लड़ाई हो रही है हिंदुस्तान में, सत्य और असत्य के बीच में लड़ाई हो रही है. ये जो सत्य और असत्य की लड़ाई हो रही है, इलेक्शन कमीशन बीजेपी के सरकार के साथ मिलकर काम कर रहा है. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ബീഹാറിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം കോൺഗ്രസ് തളർന്നു, കോൺഗ്രസിൻ്റെ പ്രസക്തി ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടു എന്നൊക്കെ BJP അനുകൂല ഗോദി മീഡിയകളും ഓൺലൈൻ മാധ്യമങ്ങളും BJP IT സെല്ലും രാജ്യവ്യാപകമായി തള്ളിമറിക്കുന്നതിനിടയിലാണ് ഇത്രയും ഗംഭീരമായ ഒരു പ്രതിഷേധ സമരം ഡൽഹിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചത്. പല സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ സമര പരിപാടിയിലേക്ക് ഒഴുകിയെത്തി. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ഈ സമരം വരാൻ പോകുന്ന മഹാസമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒരു സൂചനയായി തന്നെ കാണണമെന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സമരത്തിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ള, അതേക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതിനൊപ്പം ആ സമരത്തിൽ ജനങ്ങളെ കൂടെ ചേർക്കുക, നിയമപരമായി ആ സമരം ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുക, വോട്ട് കൊള്ള സകലയിടത്തും നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികൾക്ക് കരുത്തുണ്ടാക്കുക. ഇതൊക്കെയാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് അവർ കൃത്യമായി പറഞ്ഞു. ഇന്നലെ പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചപ്പോൾ കൃത്യമായി അത് പറയുകയും ചെയ്തു. ജ്ഞാനേഷ് കുമാറിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ പണി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് അധികം വൈകാതെ കിട്ടും, കണക്ക് പറയാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പ്രിയങ്ക ഗാന്ധി ഓർമ്മിപ്പിച്ചു. അതിനു മുമ്പ് പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധിയും പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജ്ഞാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സകല തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരികയും അല്ലെങ്കിൽ അതിന്മേൽ നടപടി സ്വീകരിക്കുകയും ചെയ്യും എന്ന്. അതായത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് തോൽവികളോടെ തകർന്നില്ലാതാകാൻ പോകുന്നു എന്ന പ്രചാരണങ്ങൾക്ക് കൊടുത്ത കൃത്യമായ തിരിച്ചടിയാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. ആ ദൃശ്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശവും അവരുടെ ആത്മാർത്ഥതയും അവർ ഇനിയും ഇവിടെ തന്നെ ശക്തമായി തുടരും എന്ന പ്രതീക്ഷയും, അതായത് ഈ സമരവും പ്രതിഷേധവും ഒക്കെയായി ഈ വിഷയം രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരുള്ളത്. ഇപ്പോൾ പലരും ചോദിക്കും, കോൺഗ്രസ് ബീഹാറിൽ ഇതുപോലെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് വോട്ടർ അധികാർ യാത്ര നടത്തിയില്ലേ, എന്നിട്ട് ബീഹാറിൽ ദയനീയമായി പരാജയപ്പെട്ടില്ലേ, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് തിരിച്ചടിയല്ലേ, പല സംസ്ഥാനങ്ങളിലും അപ്രതീക്ഷിതമായി BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ, BJP പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി BJPയുടെ കാലമല്ലേ, കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞില്ലേ എന്നൊക്കെ പലരും സംശയത്തോടു കൂടി ചോദിക്കാം. അവരോട് പറയാനുള്ളത്, കോൺഗ്രസ് എന്ന് പറയുന്നത് അങ്ങനെ അവസാനിപ്പിക്കാനോ കഴിയുന്നൊരു പ്രസ്ഥാനമല്ല. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തങ്ങളുടെ അജണ്ടകൾ കൃത്യമായി വിജയിപ്പിച്ച് മുന്നോട്ട് വരും എന്നു തന്നെയാണ് കരുതേണ്ടത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, രണ്ടാം UPA സർക്കാരിൻ്റെ പതനത്തിലേക്ക് നയിച്ച കാരണം അതെന്തായിരുന്നു? അതായത് ഒന്നാം UPA സർക്കാരും രണ്ടാം UPA സർക്കാരും മൂന്നാം UPA സർക്കാരും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു രണ്ടാം UPA സർക്കാർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് മുന്നോട്ട് പോയത്. പക്ഷേ ആ സമയത്ത് അഴിമതിക്കെതിരെ കുരിശുയുദ്ധം തുടങ്ങുന്നു എന്ന് പറഞ്ഞ് അണ്ണാ ഹസാരെ എന്ന് പറയുന്നൊരു വൃദ്ധൻ ഡൽഹിയിൽ ഇതേ ജന്തർ മന്ദറിൽ നിരാഹാര സമരം ആരംഭിച്ചു. രാജ്യത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന അഴിമതി വിരുദ്ധ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് അത് വ്യാപിച്ചു. അതിൻ്റെ ആനുകൂല്യത്തിലാണ് BJP അധികാരത്തിൽ വന്നത്. അതിനുശേഷം അണ്ണാ ഹസാരെ എവിടെ പോയി?
അന്നുയർത്തിയ അഴിമതി കഥകൾ എവിടെ പോയി? ആ ലോക്പാൽ ബില്ലിന് എന്ത് സംഭവിച്ചു? അപ്പോൾ അന്ന് BJPയും അണ്ണാ ഹസാരെയും ഒക്കെ ഒരു വിഷയത്തെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. രാജ്യവ്യാപകമായി ജനങ്ങൾ ഒരു വിഷയത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ അധികാരം നഷ്ടപ്പെടും എന്ന് അന്ന് തെളിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അത്രയും വലിയ അഴിമതികൾ കാണിച്ചിരുന്നോ, UPA സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയായിരുന്നോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള ചോദ്യമാണ്. പക്ഷേ ഒരു ആരോപണം ഉന്നയിച്ച് അത് ജനമനസ്സുകളിലേക്ക് എത്തിച്ച് മുന്നേറാൻ സാധിക്കും, വിജയം പിടിക്കാൻ സാധിക്കും എന്ന് അന്ന് തെളിഞ്ഞതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് വെറും ആരോപണങ്ങൾ മാത്രമല്ല. രാഹുൽ ഗാന്ധി കൃത്യമായി എവിഡൻസോടുകൂടി, തെളിവോടുകൂടിയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ വോട്ട് കൊള്ള നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ആരോപണങ്ങൾ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച തെളിവുകൾ, അതിലൊന്നും കൃത്യമായ മറുപടി ഇതുവരെ, ഈ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമക്കേടുകൾ നടത്തി ജ്ഞാനേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ അട്ടിമറിച്ചു. പലയിടങ്ങളിലും ക്രമക്കേടുകൾ നടന്നു. BJPക്ക് ഹോൾഡുള്ള ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥരെ വെച്ച് അട്ടിമറിച്ചു. ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് പൊതുവിൽ വരുന്നത്. അങ്ങനെ ഓരോരോ കേന്ദ്രങ്ങൾ എടുത്തുകൊണ്ട് ഓരോ വോട്ടർ പട്ടികയിലെയും ക്രമക്കേട് ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു മോഡൽ പലയിടങ്ങളിൽ, വിദേശ മോഡൽ പലയിടങ്ങളിൽ ഒരേ സമയം വോട്ട് ചെയ്തു എന്നതിൻ്റെ കണക്കുകൾ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതുവരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ വെയ്ഗായിട്ടുള്ള ഒരു നിഷേധം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഓരോരോ സംഭവങ്ങളിലും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അത് രാഹുൽ ഗാന്ധി ആവർത്തിച്ചുന്നയിക്കുകയാണ്. പണ്ട് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ആദ്യമായി ഉയർത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് പിൻവലിച്ചില്ലെങ്കിൽ, ഈ ആരോപണം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. അവരതിന് മെനക്കെട്ടില്ല. കാരണം അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ അതവരെ തിരിച്ചടിക്കുമെന്ന ബോധ്യം അവർക്കുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതുപോലെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഭരണഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭരണഘടനയെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്തുകൊണ്ട് എത്ര നാൾ ഇവർക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യം ഇനിയും തുടരും. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വോട്ട് കൊള്ള ആരോപണം ഉയർത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കും. ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൃത്യമായ മറുപടി പറയുന്നത് വരെ സകല തെരഞ്ഞെടുപ്പുകളുടെയും കണക്കുകൾ ശേഖരിച്ച് കൃത്യമായി അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച് ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന സന്ദേശം. എന്നു മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിയമ നടപടികളിലേക്ക് പോകാനുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത്, ഏതു സാഹചര്യത്തിൽ എന്നുള്ളത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തീരുമാനിക്കും. അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രാഥമികമായി വോട്ട് കൊള്ള ആരോപണം അങ്ങനെ മൂടിവെക്കാനോ പിൻവലിക്കാനോ ഞങ്ങൾ തയ്യാറല്ല. അത് കൂടുതൽ ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കും. രാജ്യവ്യാപകമായി തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി അതിനെ മാറ്റും എന്ന പ്രഖ്യാപനമാണ് ഡൽഹിയിൽ നടന്നത്. ഇനി ഇതിൻ്റെ തുടർ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. ഇതുകൊണ്ടൊക്കെ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവർക്കുള്ള മറുപടി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാണ്. ഭാരത് ജോഡോ യാത്ര നടന്ന സമയത്ത്, ആരംഭിച്ച സമയത്ത് നിങ്ങളിൽ പലരും, രാജ്യത്തെ പല പ്രമുഖരും അതിനെ അപഹസിച്ചു. ഇതൊക്കെ നടക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യ യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കിയ BJP രണ്ടാം ജോഡോ യാത്രയ്ക്ക് പലയിടങ്ങളിലും അനുമതി നിഷേധിച്ചു. പലയിടത്തും അനുമതി നിഷേധിച്ചതിനെ മറികടന്നാണ് രാഹുൽ ഗാന്ധി യാത്ര പൂർത്തിയാക്കിയത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കുക. കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ വലിയ വിജയമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അപ്പോൾ ആ നീക്കം വിജയകരമാകും എന്നതിൻ്റെ തെളിവ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരം യാത്രകൾ, അത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ക്യാമ്പയിനുകൾ കൊണ്ട് വിജയിക്കാൻ സാധിക്കും. കാലമല്പം കടന്നു പോയാലും തങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആശയം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നീക്കം അല്ലെങ്കിൽ തന്ത്രം. ഇത് വിജയിക്കാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. കാരണം കോൺഗ്രസ് തളർന്നു എന്നൊക്കെ പറയുന്നവരുടെ മുന്നിലാണ്, അവർക്ക് ഇടുത്തിയായാണ് ഇപ്പോൾ രാംലീല മൈതാനിയിൽ
രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വമ്പൻ പ്രതിഷേധ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീറോടും വാശിയോടും കൂടിയുള്ള പോരാട്ടം തന്നെയായിരിക്കും രാഹുലിൻ്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതിൻ്റെ പ്രകടമായ തെളിവ് കൂടിയായി നമുക്ക് ഈ സമരത്തെ, ഈ പ്രതിഷേധത്തെ വിലയിരുത്താൻ കഴിയും.